നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള പുരോഗമനങ്ങൾ ഉണ്ടാകാത്തത്, വലിയ മാറ്റങ്ങൾ ഉണ്ടാവാത്തതിൻ്റെ മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത്. കംഫർട്ട് സോണ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ബോധമണ്ഡലത്തിൻ്റെ ഒരു ബബിളാണ്. ഈ ബബിളിനുള്ളിലാണ് ജീവിക്കുന്നത്. കുറച്ചും കൂടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കംഫർട്ട് എന്നിവിടെ ഉപയോഗിക്കുന്നത് വളരെ സുഖകരമായ അവസ്ഥ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ആശങ്കകളും ഭയങ്ങളും എല്ലാം നമുക്കുണ്ട്. പക്ഷേ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമായിട്ട് പൊരുത്തപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് നമ്മുടേതായി കഴിഞ്ഞു, നമ്മുടെ സ്വന്തം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിനെ വിട്ടിട്ട് മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം നമുക്കതിനുള്ള ചില ഭയങ്ങൾ, നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന കുറേ ബിലീഫുകൾ അവിടെയുണ്ട്. ഇത് വിട്ട് ഞാൻ വെളിയിലേക്ക് പോയാൽ എന്താകും എന്നുള്ളൊരു ഭയമുണ്ട്. ഇതിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തി നമ്മളിൽ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേക ശക്തിവിശേഷമാണത്. അതിനെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണോ അങ്ങനെ തന്നെ നമ്മളെ നിലനിർത്താനുള്ള ഒരു ശക്തി. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ബോഡി പ്രഷർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കെമിക്കലിൻ്റെ ബാലൻസ് ആവട്ടെ, ഇതൊക്കെ അതേപടി നമ്മളെ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഒരു ബോഡിയുടെ മെക്കാനിസമാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈ ശക്തിവിശേഷം നമ്മുടെ ജീവൻ നിലനിർത്താനും നമ്മൾ എന്താണോ അതേപടി നമ്മളെ നിലനിർത്താനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അത് ആക്ച്വലി നമുക്കത് വേണം, അതിൻ്റെ അഡ്വാൻറ്റേജാണ്. എന്നാൽ അതിൻ്റെ മറ്റൊരു ദോഷവശം എന്ന് പറയുന്നത്, ഇതേ ശക്തി തന്നെയാണ് നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത്. നമ്മളെ ആ ഒരു കംഫർട്ട് സോൺ ഭേദിച്ച് പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്തതും അത് തന്നെയാണ്. അപ്പോൾ അതിനെ ഭേദിച്ച് പുറത്തോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. നമ്മൾ പരീക്ഷയുടെ സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസം നമുക്ക് സാധാരണയുള്ളതിനേക്കാൾ നന്നായിട്ട് പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. അത് നമുക്കൊരിക്കൽ അന്ന് പുതിയതായി കിട്ടിയൊരു ശക്തിയൊന്നുമല്ല, മറിച്ച് നമ്മളിൽ ഉള്ള കഴിവ് തന്നെയാണ്. പക്ഷേ നമ്മളിൽ ഒരു സർട്ടൺ സ്ട്രെസ് ഉണ്ടായപ്പോൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കംഫർട്ട് സോണിനെ ഭേദിക്കാനുള്ള ശക്തി നമ്മളിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് നമ്മൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടൺ സ്ട്രെസ്സ് വേണം. കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആവുകയും ഫ്രസ്ട്രേറ്റഡ് ആവുകയും ആ ഒരു സ്ട്രെസ് ഉണ്ടാവുകയും ആ സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് ഇതിനെ ഭേദിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടി വരും. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പരിധിയിലായിരിക്കണം. ഈ സ്ട്രെസ് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ അത് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കംഫർട്ട് സോണ് ഭേദിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രെസ്സ്, പരീക്ഷയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. പരീക്ഷയുടെ തലേദിവസം നമ്മൾ ഓവർ സ്ട്രെസ്ഡായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റാതെ വരും, നമ്മളാകെ തകർന്നു പോകും, പഠിച്ചാൽ തന്നെ ഒന്നും മനസ്സിലാകാതെ വരും, പരീക്ഷയ്ക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അതാണ് ഓവറായിട്ട് സ്ട്രെസ് ആയാൽ. അതേസമയം ഒരു സർട്ടൺ ലെവൽ സ്ട്രെസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നന്നായി പഠിക്കാനും പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാനും നമുക്ക് സാധിക്കും. എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ഈ ഒരു കംഫർട്ട് സോണിനെ ഭേദിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സർട്ടൺ സ്ട്രെസ്സിനെ നമ്മൾ പോസിറ്റീവായി എടുക്കുകയും അതിനെ ഈ കംഫർട്ട് സോൺ ഭേദിക്കാനായിട്ട് മുഴുവൻ ശക്തി ഉപയോഗിച്ച് വെളിയിൽ ചാടാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു ഡിസിഷനാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ എൻ്റെ കംഫർട്ട് സോണിനെ എൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച്, എൻ്റെ മുഴുവൻ റിസോഴ്സസും ഉപയോഗിച്ച് അതിനെ ഭേദിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഇപ്പോൾ എടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഭേദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ബോധപൂർവ്വം ഒരു തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ജീവിതത്തിൽ ഉയർന്ന മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ മാത്രം, അല്ലാത്തൊരു പിന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ കംഫർട്ട് സോണിനെ ഭേദിക്കാനായിട്ട് എനിക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഞാൻ ഉപയോഗിക്കും. അതെൻ്റെ കഴിവ്, എൻ്റെ റിസോഴ്സസ്, എൻ്റെ ഉള്ളിലുള്ള എനിക്കുള്ളതെല്ലാം ഞാൻ എൻ്റെ ഈ കംഫർട്ട് സോണിനെ ഭേദിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കും. ഞാൻ എൻ്റെ കംഫർട്ട് സോണിനെ തീർച്ചയായിട്ടും ഭേദിച്ചിരിക്കും എന്നുള്ളൊരു അഫർമേഷൻ, ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ഭേദിച്ച് വെളിയിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങളിൽ ആ ഒരു സ്ട്രെസ് ലെവൽ, സർട്ടൺ ലെവൽ ഡിഗ്രി കൂടുക. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഈ സ്ട്രെസ് ലെവൽ ഉണ്ടാകുക? സ്ട്രെസ് ലെവൽ നമുക്ക് സാധാരണഗതിയിൽ അത് നോർമലി ഉണ്ടാവുന്നവരാണ് ഇത്തരം പ്രോഗ്രാമുകൾ സെർച്ച് ചെയ്യുന്നത്, എങ്ങനെ കംഫർട്ട് സോൺ ഭേദിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത് തന്നെ.
പക്ഷേ അത് നിങ്ങൾക്ക് ഒരു സർട്ടൺ സ്ട്രെസ്സിനെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം കൂടി എടുക്കണം. ഞാനിതിനെ ഭേദിച്ചേ അടങ്ങൂ എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ തീരുമാനം, നിങ്ങളുടെ ഒരു ഡിസിഷൻ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ശപഥം എടുക്കല്, പണ്ടത്തെ ആൾക്കാർ ശപഥം എടുക്കുക എന്ന് പറയും. ശപഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു ഓർ ഡൈ എന്നുള്ളതാണ്. ഇത് ഞാൻ നേടിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുള്ള രീതി. അപ്പോൾ ആ ഒരു ശപഥം തന്നെ നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങളുടെ ആ കംഫർട്ട് സോൺ ഭേദിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രെസ് ലെവൽ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അതിനെ ഭേദിച്ച് വെളിയിൽ വരാനായിട്ട് സാധിക്കും.